ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ പഞ്ചമി വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. ദളിത് ആദിവാസി ഇൻഡിപെൻഡന്റ് സോഷ്യൽ അസംബ്ലി സംസ്ഥാന പ്രസിഡന്റ് എം.എ. ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികവിഭാഗം വിദ്യാർത്ഥികളുടെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കുവാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പിൻവലിച്ചതോടെ ദളിത് വിഭാഗം ഉദ്യോഗാർത്ഥികളുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതായെന്നും അത് പരിഹരിക്കുവാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തിക്കാട് UAE ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ പൂക്കാട്ട് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സന്ധ്യ ഉല്ലാസ്, AR രഞ്ജിത് കുമാർ, ഡോക്ടർ കാർത്തിക, സുരേഷ് വലപ്പാട്, പ്രസാദ് അന്തിക്കാട്, റിനീഷ് വലപ്പാട്, മണി കോട്ടപ്പടി, പ്രകാശൻ അറയ്ക്കൽ, SK അന്തിക്കാട്, സുമതി KA, മനോജ് ഏങ്ങണ്ടിയൂർ, ഷാജു കണക്കന്ത്ര, ശിവദാസ് താണിയത്ത്, രതീഷ് പടിയത്ത് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട്ടെ ആദ്യകാല നാടക കലാകാരിയായിരുന്ന ഡോക്ടർ കാർത്തികയ്ക്ക് സർഗപ്രതിഭ പുരസ്കാരം നൽകി ആദരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച ഡോക്ടർ സാന്ദ്രാഞ്ജലി, MSc കമ്പ്യൂട്ടർ സയൻസിൽ 9ാം റാങ്ക് നേടിയ അക്ഷയ KU, SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ അനർഘ PB, അശ്വതി MR, ലക്ഷ്മിപ്രിയ MS, വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളായ തിലകൻ അന്തിക്കാട്, നാടൻപാട്ട് കലാകാരനായ പ്രതാപൻ അന്തിക്കാട്, നൃത്തകലാകാരി RLV ആതിര, ചിത്രകലാകാരി അഭിഷ KS, നിയമവിദ്യാർത്ഥികൾക്കായി അഖിലേന്ത്യാ തലത്തിൽ നടന്ന മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ നീതു അനിൽ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷക തൊഴിലാളിയായി തെരഞ്ഞെടുത്ത മണികണ്ഠൻ കളങ്കോളി തുടങ്ങിയവരെ അനുമോദിച്ചു.